പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ മറിയത്തിൻ്റെ ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി പറയാൻ സഹായിച്ച മാതാവിന് ആയിരം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് KC വില്യംസ്. ഞാൻ ബോംബെയിൽ അന്ധേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 2022 ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. 2021 ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 ആൺമക്കളാണുള്ളത്. അവരുടെ മൂത്ത മകൻ്റെ വിവാഹം ഒക്ടോബർ 11 സെപ്റ്റംബർ 11 ഇളയ മകൻ്റെ വിവാഹം ഡിസംബർ 30 നടത്തി തന്നു. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം നടക്കാതിരുന്നതാണ്. 35 വയസ്സ് ആയിട്ടും അവൻ്റെ വിവാഹം നടക്കാതിരുന്നതാണ്. ഇളയവന് വേണ്ടി വിവാഹം ആദ്യം തന്നെ ആലോചിച്ച് വച്ചിരുന്നു. ഞാൻ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ ഇളയവൻ്റെ വിവാഹം നടത്തി തരത്തുള്ളൂ എന്ന് ഇളയ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ നാവിലൊരു വ്രണമുണ്ടായി. അത് ഒരു 3 മാസം വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷവും അതിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ടെസ്റ്റ് ചെയ്യണമെന്ന്. അത് അവിടെ ലോക്കൽ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു അത് ക്യാൻസറാണ്. അപ്പം ക്യാൻസർ ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ഞാൻ വേറെ 2-3 മെയിൻ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു. അവർ പറഞ്ഞ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ഒന്നാമതായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബോംബെയിലെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലാണ്. അവിടെ പോയി നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് ആയിരിക്കും എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് അവിടെയാണെങ്കിൽ 3-4 മാസവും അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഡേറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും 3-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 7-ാം തീയതി ഓപ്പറേഷൻ നടക്കുകയും സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേഷൻ നടക്കുകയുണ്ടായി. ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ്റെ ഇതായിട്ട് ലിങ്കിൽ നിങ്ങളുടെ സലൈവറി ഗ്ലാൻഡിൻ്റെ ലിങ്കും കംപ്ലീറ്റ് തൊണ്ടയും നാവും ഓപ്പറേഷൻ ചെയ്തതായിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് 1-2 പ്രാവശ്യം എനിക്കൊരു ടെൻഷൻ ആയതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടിയതിൻ്റെ പേരിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യം കൊണ്ടുപോയിട്ട് തിരികെ ഇങ്ങ് കൊണ്ടുപോയിരുന്നു. രണ്ടാമത് 7-ാം തീയതി കൊണ്ടുപോയി. ഫസ്റ്റ് ഫ്രൈഡേ ദിവസമായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് നടന്നു. അതിനുശേഷം ഞാൻ 27/12/2022 മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ചെറുതായിട്ട് സംസാരിക്കുമെങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. പിന്നീട് ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു 2 മാസം ആകുന്നതിന് മുമ്പ് ഒരുവിധം നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യാൻ ചെന്നതിന് ശേഷവും ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏതോ നിങ്ങളുടെ വലിയൊരു അതിശയം നടന്നിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ നാക്കുകൾ നല്ല രീതിയിൽ ചലിപ്പിക്കുന്നതും നിങ്ങൾ വർത്തമാനം പറയാൻ സാധിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. നാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, പകുതി നാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സൗണ്ട് ക്ലിയർ ആകാത്തത്. പിന്നീട് വേറെ ഈ
ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ അടുത്ത മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കാറുകളിൽ അവിടെ ടാറ്റയുടെ വലിയ മെഡിക്കൽ സെൻ്ററുണ്ട്, അവിടെ അയച്ചിരുന്നു. അവിടെ അയച്ചപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് തരണം, വലിയ ഫയലുകൾ തന്ന് അതിനുമായിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിൽ നിങ്ങളുടെ വർത്തമാനം പറയാനും ആഹാരം കഴിക്കാനും പറ്റുകയില്ല. നിങ്ങൾ ലാസ്റ്റ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ റേഡിയേഷൻ ചെയ്താലും നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാനും പറ്റുകയില്ല, ആഹാരം കഴിക്കാനും പറ്റുകയില്ല. അതിനാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാൽ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ അഡ്വൈസ് ചെയ്ത് വെറ്ററി ഡോക്ടറെ അടുത്ത് അന്വേഷിച്ചതിന് ശേഷം ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സൈൻ ചെയ്യാതെ തിരികെ പോരുന്നു. എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനോട് ഞാൻ അന്ന് തന്നെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു, മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനും വേണ്ട എനിക്ക് ശക്തിയും ധൈര്യവും തരണമേ, എൻ്റെ നാവിൽ വർത്താനം പറയാനുള്ള കഴിവ് തരണമേ എന്ന് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു. അതുപോലെ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ ഉള്ള സന്നദ്ധം ഒരുക്കി തന്ന എല്ലാം ഇവിടുത്തെ ജോസഫച്ചൻ്റെ പ്രാർത്ഥനയിലും സിസ്റ്ററിൻ്റെ എല്ലാവിധമായ അനുഗ്രഹത്താലും ഞാൻ നിങ്ങളോട് ഇത്രയും വാക്കുകൾ പറഞ്ഞ് സംസാരിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ 38 വർഷമായിട്ടും എൻ്റെ വീടിൻ്റെ അവിടെ കംപ്ലീറ്റ് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് അവർ റൂമുകളെല്ലാം പൊട്ടിച്ച് അവർ കളഞ്ഞുകൊണ്ടിരുന്നതാണ്. കളയാനായിട്ട് എല്ലാ ഓർഡർ ശരിയാക്കിയതാണ്. ആ ബിൽഡറുമായിട്ടും ഈ ഉടമ്പടിയിൽ എഴുതിയിരുന്നതിനനുസരിച്ച് എനിക്ക് അവരുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാൻ സൈൻ ചെയ്ത് എനിക്ക് പുതിയ വീട് അവർ വെച്ച് തരുമെന്ന് ഉള്ള സമ്മതപത്രത്തിൽ സൈൻ ചെയ്യാനുള്ള ഉത്തരവും കിട്ടിയതിൽ മാതാവിനും യേശുവിനും വളരെയധികം ആയിരം നന്ദികൾ പറഞ്ഞുകൊള്ളുന്നു. ജോസഫച്ചനും ഇവിടുത്തെ സേവകർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ, ആമേൻ.